കൈ ഉപയോഗിച്ച് ഇതുപോലെ ശരിക്കും നമുക്കൊന്ന് പീച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ശരിക്ക് ഒന്ന് പീച്ചെടുക്കാം. ഇതുപോലെ ഇരിക്കും. ഓക്കെ. പക്ഷേ എന്ന് കരുതി നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് മിക്സിക്കകത്തിട്ട് അടിക്കുകയൊന്നും ചെയ്ത് അതങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് അരഞ്ഞു പോകും. അങ്ങനെ വരാൻ പാടില്ല. ചെറുതായിട്ട് നമ്മൾ ഈ പറഞ്ഞ പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് കിടക്കല് എന്ന് പറഞ്ഞ പോലെ വരുന്ന രീതിയിൽ നമുക്ക് ശരിക്ക് ഒന്ന് കൈ കൊണ്ട് പീച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ശരിക്കും ഇതുപോലത്തെ ഇതുപോലെ ശരിക്കും ആയി വന്ന ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് കടലമാവ് കൂടി ആഡ് ചെയ്യാം. ഒരല്പം ആഡ് ചെയ്യാം. അതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കൊരല്പം കൂടി എടുക്കാം. കുറച്ച് കടലമാവ് എടുത്തിട്ട് അത് ഒന്ന് ശരിക്കും ഇതുപോലെ ഒന്നുകൂടെ കൈ കൊണ്ട് ഇതുപോലെ ശരിക്കും ഒന്നുകൂടെ പീച്ചെടുക്കുക. ആ കടലമാവ് കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ചെടുത്ത ശേഷം ഒരല്പം കൂടി കടലമാവ് നമുക്ക് എടുക്കാം. അതും കൂടി ആഡ് ചെയ്ത്